CPM-ന്റെ ഇലക്ഷൻ പ്രചരണ പരിപാടിയായ ഗൃഹസമ്പർക്കം അല്ലെങ്കിൽ ഗൃഹസന്ദർശനം തുടരുകയാണ്. കൊല്ലം ജില്ലയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ, തിരുവനന്തപുരത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ MV ഗോവിന്ദൻ മാസ്റ്റർ, മുതിർന്ന നേതാക്കൾ ഒക്കെ ഗൃഹസന്ദർശനത്തിൽ സാധാരണ പ്രവർത്തകർക്കൊപ്പം, അണികൾക്കൊപ്പം വീടാന്തരം കയറി ഇറങ്ങി പാർട്ടിയുടെ നയം, പാർട്ടി ഇടതുമുന്നണി സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ ഇവയെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇതിനകത്ത് കണ്ണുകടിയുള്ള ചില ആളുകൾ ഉണ്ട്. കണ്ണുകടി എന്ന് പറഞ്ഞാൽ വലിയ മാരകമായ കണ്ണുകടിയുള്ള ആളുകൾ. ഒരു പാർട്ടി കേഡർ പാർട്ടി ആകുമ്പോൾ, അതായത് കേഡർ സ്വഭാവമുള്ള പാർട്ടി ആകുമ്പോൾ താഴേക്കിടയിലുള്ള, അതായത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുകൾ തട്ടിൽ നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുക സ്വാഭാവികമാണ്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായിരിക്കും. അവരുടെ അണികൾക്കാണ് അവർ നിർദ്ദേശം കൊടുക്കുന്നത്. നിങ്ങൾ വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾ ചില ചിട്ടവട്ടങ്ങൾ പാലിക്കണം എന്നാണ് ആ പെരുമാറ്റച്ചട്ടം കൊടുക്കുന്നത്. അതിനകത്ത് എന്താണ് വിമർശിക്കാനുള്ളത്, അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ഇത്ര നെഗറ്റീവ് ഉള്ളത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്നാൽ ഇന്ന് ഒരു പത്രം എന്നല്ല, മിക്കവാറും മാധ്യമങ്ങളൊക്കെ ഗൃഹസന്ദർശനത്തെ ഒരു പരിഹാസ്യമായ തരത്തിലെടുത്തിട്ടുണ്ട്. എന്നാൽ UDF-കാരും അതുപോലെ BJP-ക്കാരും വീടാന്തരം കയറി ഇറങ്ങുന്നതിനൊന്നും ആ പത്രത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഈ ഇടതുമുന്നണിയുടെ, പ്രത്യേകിച്ച് CPM-ന്റെ ഗൃഹസമ്പർക്ക പരിപാടിയെ ട്രോളുന്ന ആളുകളോ വിമർശിച്ച് കാണുന്നുമില്ല. എന്തുകൊണ്ടാകും ഇത്? കാരണം അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. ഇടതുമുന്നണിയെ ഇനി അധികാരത്തിലെത്തിക്കരുത്, അവരെ അകറ്റി നിർത്തണം. അതിന് ഇടതുമുന്നണിയുടെ പ്രചരണ തന്ത്രങ്ങൾ, ഇടതുമുന്നണി എടുക്കുന്ന തീരുമാനങ്ങൾ, അതിനെയൊക്കെ എങ്ങനെയെങ്കിലും പരിഹാസ്യമാക്കി മാറ്റണം. ഒരു ആളിനോട്, അല്ലെങ്കിൽ ഒരു താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന, ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ സഖാവിനോട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പാസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണ് ഗൃഹസമ്പർക്കത്തിന് കൃത്യമായ അജണ്ട ഉണ്ടായത്, കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായത്, കൃത്യമായ പെരുമാറ്റച്ചട്ടം ഉണ്ടായത്. നിങ്ങൾ പോയി വീടാന്തരം കയറി ഇറങ്ങി തർക്കത്തിനോ വിതർക്കത്തിനോ ഒന്നും നിൽക്കരുത്. അത് തർക്കിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ അടിച്ചമർത്താനോ അല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ പോകുന്നത് നമ്മുടെ കാര്യം അവരെ പറഞ്ഞ് ധരിപ്പിക്കാനാണ്. ഇഷ്ടമുള്ളവർ കേൾക്കട്ടെ, ഇഷ്ടമുള്ളവർ മനസ്സിലാക്കട്ടെ, അങ്ങനെ പെരുമാറിയാൽ മതി. വീടിന് പുറത്തേക്ക് ആളുകളെ വിളിച്ചിറക്കി സംസാരിക്കരുത്. വീടിനകത്ത് കയറി അവരുമായിട്ട് സൗഹാർദ്ദപരമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ? പിന്നെ ശബരിമല കേസിൽ A പത്മകുമാറിനെ പിടിച്ചല്ലോ, പാർട്ടി എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരോട് കൃത്യം മറുപടി പറയണം. അയാൾ ചെയ്ത കുറ്റം എന്തൊക്കെയാണെന്ന് ഇതുവരെ വന്നിട്ടില്ല. കുറ്റപത്രം കൊടുത്ത് ആ കുറ്റങ്ങൾ തെളിയിക്കപ്പെടണം. വെറുതെ ഒരു ആരോപണം, അയാളുടെ നോട്ടപ്പിശക് കൊണ്ട് എന്തെങ്കിലും പറ്റി എന്നുണ്ടെങ്കിൽ തന്നെ അത് ഗൗരവകരത്തിലുള്ള കുറ്റമാണോ എന്നൊന്നും കൃത്യമായ നടപടിക്രമങ്ങളിൽ കൃത്യമായ അറിയിപ്പുകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ നടപടി വൈകുന്നത്. പിന്നെ അവരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സാഹചര്യം, ശബരിമലയിൽ സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ, ശബരിമല അയ്യപ്പനെയും ശബരിമലയിൽ നിന്നും കൊള്ള നടത്തിയ സർക്കാർ ആരാണ്, അവരെന്താണ് ചെയ്തത്, അവര് ഇപ്പോൾ എന്താണ് പുകമറയ്ക്കപ്പുറം നിന്നിട്ട് ഭരണകക്ഷിയെ ഇങ്ങനെ തീവ്രമായി ആക്രമിക്കുന്ന രീതി, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. PM ശ്രീയെ കുറിച്ച് വിമർശനം ഉണ്ടായാലും ഇക്കാര്യങ്ങൾ തന്നെ പറയണം. കേന്ദ്ര സർക്കാർ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമൊക്കെ നിങ്ങൾ പറയണം. എന്നിട്ടും പുനർവിചിന്തനത്തിന് വേണ്ടി അത് മാറ്റിവെച്ചു എന്ന് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ധരിപ്പിക്കണം. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ കുറിച്ച് പറയണം. സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളെ കുറിച്ച് പറയണം. അങ്ങനെ 10 പേജുള്ള ഒരു പെരുമാറ്റച്ചട്ടവും നിർദ്ദേശങ്ങളും ഒക്കെയാണ്, ഇതിന് മറുപടികൾ പറയേണ്ട രീതിയൊക്കെയാണ് അതിനകത്തുള്ളത്. അതിനെ പരിഹാസ്യമാക്കി കണ്ട് അതിനെ ഇങ്ങനെ വിമർശിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അന്തവും കുന്തവുമില്ല. അങ്ങനെ ഒന്നും ആക്രമിക്കേണ്ട കാര്യമോ വലിയ തെറ്റോ അല്ല CPM ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. കൃത്യമായി അവരുടെ അണികളെ കാര്യങ്ങൾ ധരിപ്പിക്കുക. ജനങ്ങളോട് സംവദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പെരുമാറണം. അത് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? എല്ലാ ആളുകളും ഇങ്ങനെ ഒരു കൃത്യമായ അച്ചടക്കമൊന്നും ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞ് നടക്കുന്നുണ്ടാകാം. പക്ഷെ CPM-ന് ഒരു അച്ചടക്കമുണ്ട്, പാർട്ടി സ്വഭാവമുണ്ട്. അതിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അത് മാർഗരേഖയായി കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും പരാജയ ഭീതിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസിലെയോ പ്രതിപക്ഷ നിരയിലുള്ള വേറെ ഏതെങ്കിലും നേതാക്കൾ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ച് ആ കുഴലത്തിനനുസരിച്ച് താളം തുള്ള നിൽക്കുന്ന ചില ആളുകളെയും ട്രോളന്മാരെയും കുറിച്ചോർത്ത് ലജ്ജ തോന്നുകയാണ് അക്ഷരാർത്ഥത്തിൽ.